ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച കണ്ണന്റെ കാര്യം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നാണ് പൂർത്തിയാവുക. ഇന്നലെ വൈകുന്നേരമാണ് ടാങ്കുടി സ്വദേശി കണ്ണനെ കാട്ടാനക്കൂട്ടം ആക്രമിച്ചതും അദ്ദേഹം മരിച്ചതും. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. കട്ടപ്പനയിൽ നിന്നാണ് രാഹുൽ വിജയൻ ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. നമ്മുടെ പുതിയ ബ്യൂറോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പറയൂ വിശദാംശങ്ങൾ. SKN ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് ഈ കണ്ണൻ എന്ന ആൾ ടാങ്കൂടി സ്വദേശിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പ് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ വർഷം ഈ ജൂലൈ മാസം ഇതുവരെ 6 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനക്കൂട്ടം വലിയ വിധത്തിലുള്ള നാശം വിതച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ജീവൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ പിന്നാലെ ഈ കാട്ടാനാക്രമണം ഉണ്ടായതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് നാട്ടുകാരും തയ്യാറെടുക്കുകയാണ്. ഇന്നിപ്പോൾ ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മൃതദേഹവുമായുള്ള പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം RRTയുടെ സേവനം ഈ സമയങ്ങളിലൊന്നും അവിടെ കൃത്യമായി നടപ്പായിട്ടില്ല എന്നുള്ളൊരു ആരോപണം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും വനംവകുപ്പിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ വിവരങ്ങൾ നൽകിയത്.